പ്രിയപ്പെട്ടവരെ, തീവ്ര പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി നമ്മുടെ വോട്ടർ ലിസ്റ്റ് SIR അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഇന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. പലരും ആശങ്കയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമല്ലാത്തതിൻ്റെ പേരിലാണോ എന്നറിയില്ല, അതത് പ്രദേശത്തെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇതുമായി ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. കൃത്യമായൊരു ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം 2002 വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, 2002 വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ, നിങ്ങൾ ചെയ്യേണ്ടത് ബൂത്ത് ലെവൽ ഓഫീസർമാർ BLOമാർ നിങ്ങളെ വീടുകളിലേക്ക് വരും. അവർ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഓണറേറിയം കൊടുത്ത ഉദ്യോഗസ്ഥരെ പോലത്തെ ആളുകളാണ്. അവരുടെ ചുമതലയാണ് അത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ വരുമ്പോൾ അവർ കൃത്യമായി ഒരു ഫോം നമ്മൾ ഏൽപ്പിക്കപ്പെടുകയും ആ ഫോം കൃത്യമായി പൂരിപ്പിച്ച് അവരെ തിരിച്ചേൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കേണ്ടതാണ്. തിരിച്ചേൽപ്പിക്കാത്ത പക്ഷം നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് വരാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അവർ വീടുകളിൽ വന്ന് നൽകുന്ന ഫോം കൃത്യമായി പൂരിപ്പിക്കണം. നിങ്ങളപ്പം നൽകേണ്ടത്, നിലവിൽ വോട്ടർ ലിസ്റ്റിൽ 2002 വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ പിന്നീട് ഒരു രേഖകളായി ഒന്നും മറ്റത് നൽകേണ്ടതില്ല, വേണ്ടതില്ല. പക്ഷെ വോട്ടർ ലിസ്റ്റിലെ നിലവിലുള്ള ഫോട്ടോയിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവരിലൊരു ഫോട്ടോ ഏൽപ്പിച്ചാൽ അവർ വോട്ടർ ലിസ്റ്റിലെ ഫോട്ടോ അവർ പുതിയ ഫോട്ടോയാക്കി മാറ്റിത്തരും, അവരാ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. രണ്ടാമതായി, അത് നിലവിൽ വോട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. അഥവാ ഫോം പൂരിപ്പിക്കാൻ അറിയാത്തവരാണെങ്കിൽ BLOമാർ സഹായിച്ചു തരുന്നതുമാണ്. രണ്ടാമത്, നിലവിൽ 2002 വോട്ടർ ലിസ്റ്റിൽ പേരില്ല, എന്നാൽ 2025 നടന്ന അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, അതല്ലെങ്കിൽ 11 രേഖകൾ, പാസ്പോർട്ട് അടക്കമുള്ള, ലൈസൻസ് അടക്കമുള്ള 11 ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഫോട്ടോ പതിച്ച 11 കോപ്പികളിൽ ഏതെങ്കിലും ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് BLOമാരെ ഏൽപ്പിക്കണം. ആ സമയത്ത് അവർ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കും. ആ വോട്ടർ ലിസ്റ്റിൽ ആരൊക്കെയാണോ ഉൾപ്പെടാത്തത്, ആ വീട്ടിലുള്ളതെങ്കിൽ അവരെയൊക്കെ അതുപോലത്തെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഏൽപ്പിക്കേണ്ടതാണ്. ഇനി ആ ഫോം പൂരിപ്പിക്കുമ്പോൾ അതിൽ ചോദിക്കുന്നത് ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റും അതോടൊപ്പം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതിരിക്കാൻ നന്നായിരിക്കുമെന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വീട്ടിലെ ഇത്തരം സാധനങ്ങൾ എടുത്തു വെച്ചാൽ സ്വാഭാവികമായും നിങ്ങൾ പുതിയ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. വല്ലാതെ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ ബേജാറാവേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ കൃത്യമായ ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉണ്ടാവണം. അതിൽ പെടാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ പ്രയാസം നമുക്ക് നേരിടും എന്നുള്ളത് കൊണ്ടാണ് ആ ജാഗ്രത ഉണ്ടാവണമെന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ടായ കാരണം. ഇനി അത്തരത്തിൽ അതിൻ്റെ പുറമെ നമ്മൾ വീടുകളിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ആളുകളുണ്ടാകും. ഏറെക്കുറെ 40 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ 2002 വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ആളുകളെ അവർ മുൻകൂട്ടി BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ വരുന്ന സമയത്ത് കരുതേണ്ടത്, അവരുടെ മാതാപിതാക്കളുടെ പേരുള്ള വോട്ടർ ലിസ്റ്റ്, അതും 2002 വോട്ടർ ലിസ്റ്റിന്റെ ക്രമ നമ്പറും ബൂത്ത് നമ്പറും, അതായത് ആ വിവാഹം ചെയ്തു കൊണ്ടുവന്ന സഹോദരിയുടെ അച്ഛൻ്റെയോ ഉപ്പയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ക്രമ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ബൂത്ത് നമ്പറും മുൻകൂട്ടി ശേഖരിച്ച് വെക്കുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ BLO വരുന്ന സമയത്ത് അവർക്ക് നൽകാൻ അത് വലിയ സഹായകരമായിരിക്കും. അത് നിർബന്ധമായി നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംഗതികളെ ഇതിൽ കാര്യമായി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ഒരു മാസത്തിനിടയിൽ നിങ്ങൾ ഇപ്പോൾ ആളുകൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാ വരിക, ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്താണോ വരിക? അത് BLOമാരെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളെ വീടുകളിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അതൊരു ചുമതലപ്പെടുത്തിയ ഏരിയകളിൽ ഈ പറയപ്പെടുന്ന ആളുകളെ അത് ഫോം പൂരിപ്പിച്ചു കൊടുത്ത് അത് കൃത്യമായി ഡിസംബർ 4-ാം തീയതിക്കുള്ളിൽ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായി ഏൽപ്പിക്കുക എന്നുള്ള ചുമതല അവർക്കുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല.
ഇനി വീട്ടിലില്ലെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങൾ ബ്ലോക്ക് ലെവൽ ഓഫീസറെ ബൂത്ത് ലെവൽ ഓഫീസറെ വിളിച്ചാൽ മതി. എല്ലാവരും അവരുടെ ഫോൺ നമ്പർ കൈവശം വെക്കുന്നത് നന്നായിരിക്കും. അതത് പ്രദേശത്തെ BLOമാരുടെ ഫോൺ നമ്പറുകൾ സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനും അതുപോലെ ബന്ധപ്പെടാനും ഇതുമായി ബന്ധപ്പെട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായി. ഇനി വിദേശത്തുള്ള പ്രവാസികൾ അവരെന്ത് ചെയ്യും? വീട്ടിൽ ആളില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ അവരുടെ വീടുകളിൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളൊക്കെ വീടുകളിൽ ഏൽപ്പിച്ചാൽ മതി. ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ, നിലവിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ID കാർഡ് കൈവശമുണ്ടെങ്കിൽ അതും ഇതിന്റെ ഫോം പൂരിപ്പിക്കുന്നതിന് എളുപ്പമാകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള രേഖകളൊക്കെ വീട്ടിൽ നിങ്ങൾ കരുതിയാൽ മതി. രേഖകളില്ലാത്ത ആളുകൾ ഏതെങ്കിലും ഒരു രേഖ മാത്രം മതി. ഈ ബൂത്ത് ലെവൽ ഓഫീസർക്ക് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ ഉണ്ടായാൽ തന്നെ വലിയൊരു പ്രയാസമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏതെങ്കിലും വീട് അടച്ചിട്ട് വിദേശത്തോ അതല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ജോലിക്കോ മറ്റോ കുടുംബസമേതം പോയവരാണെങ്കിൽ അവർ ആ BLOന്റെ നമ്പർ ശേഖരിച്ച് BLOയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ രേഖകൾ നൽകിക്കഴിഞ്ഞാൽ, അവർ ബന്ധപ്പെട്ട ആരോ വഴിയോ മറ്റോ രേഖകൾ നൽകിക്കഴിഞ്ഞാൽ അവരെയും ഈ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ഇനി 2025 വോട്ടർ ലിസ്റ്റിൽ പേര് ഇല്ലാത്ത ആളുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ പുതിയ ഈ ലിസ്റ്റ് ഇറങ്ങിയതിനു ശേഷം അവരെ ഓൺലൈൻ വഴി പുതിയ വോട്ട് ചേർക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാവുക. ഇത് 2002 വോട്ടർ ലിസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് ഒരു കുറ്റമറ്റ രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടുകൂടി ഈ സംഗതി കണ്ടാൽ മതി. കുറേ ആളുകൾ വിളിച്ചിട്ട് വളരെ ഭയപ്പാടോട് കൂടി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവരൊക്കെ ഇങ്ങനെ വിളിച്ച് ആശങ്ക അറിയിച്ചപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ സംഗതികൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് സഹകരിക്കാവുന്നതാണ്. നിർത്തുന്നു. ജയ് ഹിന്ദ്.